നിയമസഭാ സമ്മേളനം ജൂൺ 10 മുതൽ ചേരാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വാർഡ് വിഭജന ഓർഡിനൻസിന് പകരം ബില്ല് കൊണ്ടുവരും. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടാഞ്ഞതോടെ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. പത്മ പുരസ്കാര ശുപാർശയ്ക്കായി മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായ പ്രത്യേക സമിതി രൂപീകരിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗ തീരുമാനം? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തീരുമാനം തദ്ദേശ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ്. നിലവിൽ ആ ഓർഡിനൻസിന് പിന്നാലെ ഇനി പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ അറിയാം, ഓർഡിനൻസ് രാജ്ഭവൻ അയച്ചെങ്കിലും പെരുമാറ്റച്ചട്ടം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്ഭവൻ സർക്കാരിന് മടക്കിയിരുന്നു ഓർഡിനൻസ്. പിന്നാലെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഓർഡിനൻസ്. ഈ ഓർഡിനൻസ് വൈകും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലവിലത്തെ വിലയിരുത്തൽ. സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം ജൂൺ 10 വിളിച്ചു ചേർക്കാൻ നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനുവേണ്ടി അല്ലെങ്കിൽ ഈ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചു. അങ്ങനെ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓർഡിനൻസ് പിന്നെ നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഓർഡിനൻസ് വിട്ട ബില്ല് നിയമസഭയിൽ കൊണ്ടുവരാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന സമ്മേളനത്തിൽ തന്നെ, അതായത് ജൂൺ 10 ആരംഭിക്കുന്ന സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം എന്ന് പറയുന്നത് പത്മ പുരസ്കാര ശുപാർശയിൽ സജി ചെറിയാൻ അധ്യക്ഷനായ പ്രത്യേക സമിതിയും ഇന്നത്തെ മന്ത്രിസഭാ യോഗം രൂപീകരിച്ചിട്ടുണ്ട്. വേണു. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.